അയ്യോ, എനിക്ക് അപ്പിയിടാൻ കൊണ്ടുന്നുണ്ടല്ലോ. ആരും താഴെ ഒന്ന് വണ്ടി വർക്ക് ചെയ്യുന്നില്ലല്ലോ. ആളുകളൊക്കെ പൈസ കൊടുത്ത് ഡിസൈൻ ചെയ്യും, പക്ഷെ ഞങ്ങളൊക്കെ ആണെങ്കിൽ ഫ്രീ ആയിട്ട് ഡിസൈൻ കൊടുക്കും. ആളുകളിലും വണ്ടികളിലും ബന്ധപ്പെടുക. കാക്ക ഡിസൈൻസ്, പ്ലാവിൻ മുകളിൽ ആഞ്ഞിലിത്താനം. ഈ ചേച്ചി കണ്ട പോലെ പരിചയമുണ്ടല്ലോ. ഇല്ലെങ്കിൽ ഞാൻ കാക്കയെ വിളിക്കുവേ. കാക്കേ, പെട്ടെന്ന് വന്നേ. ആരെ വിളിക്കുന്നുണ്ടല്ലോ, നോക്കട്ടെ ആരാണ് ഞാൻ. ആണ്ട പറഞ്ഞ കാക്ക വരുന്നു. ഞാൻ കാക്കയ്ക്ക് കൊടുക്കട്ടെ ഇത്? വേണ്ടമ്മ, ഞാൻ കഴിച്ചോളാം. കുഞ്ഞു കഴിച്ചു കേട്ടോ. ഈ തള്ള എല്ലാ ദിവസവും എന്നെ വിളിച്ച് വരുത്തി അങ്ങ് അവമാനിക്കുവാണല്ലോ. ഇവർക്ക് അവമാനിക്കാൻ വേറെ ഒരു പക്ഷിയും കിട്ടിയില്ലേ? ആരും ചോദിക്കാനും പറയാനും ഇല്ലെന്നോട് തോന്നുന്നു ഇവർ ഞങ്ങളെ വിളിക്കുന്നത്. ഒരു ദിവസം എന്നെ വിളിക്കും. ഇവർക്കൊരു പണി കൊടുക്കണമല്ലോ. ഒരു വണ്ടി താഴെ വെക്കട്ടെ. ഈ നശിച്ച കാക്കേന്റെ മൊത്തം അപ്പിയിട്ടല്ലോ. ഇനി ഞാൻ എങ്ങനെ അങ്ങോട്ടൊക്കെ പോകും? ഞാൻ ചേട്ടനെ വിളിക്കാം. നിനക്കൊരു പണിയാടാ. ചേട്ടാ, എൻ്റെ മോക്ക് എന്നെ പറ്റി? ചേട്ടാ, ഒറ്റ എന്നെ നശിപ്പിച്ചു. ആരെവിടെ? ആ മരത്തിൽ കയറിയിരിക്കുന്നവൻ. അവൻ എന്നെ പേടിച്ച് മരത്തിൽ കയറിയോ? അവിടെ ആരും കാണുന്നില്ലല്ലോ. ചേട്ടാ, വേണ്ട അവൻ. ആഹാ, ഈ കാക്കയാണോ നീ പറഞ്ഞത്? അതെ ചേട്ടാ. ആ ശരി ശരി. എന്നാൽ നമുക്ക് അവനെ കുടുംബം തന്നെ തീർത്ത് കളഞ്ഞേക്കാം. അവൻ്റെ പണി കൊടുത്തേക്കാം. ഓക്കെ ചേട്ടാ. ഈ പൊട്ടക്കണ്ണെന്തോ താഴ്ചെന്ന് ആലോചിക്കുന്നേ. ഇവനിട്ടൊരു പണി കൊടുത്തേക്കാം. നശിച്ച കാക്ക. എടാ ബാബു, നീ അവിടെ പെട്ടെന്ന് വേണ്ട, ഒരു മരം വെട്ടി ചായ്ക്കാനുണ്ട്. പെട്ടെന്ന് വാ. അവനെ വിളിച്ച് എത്ര നേരം? അവന് ഒരു ഉത്തരവാദിത്തല്ലേ? എത്ര നേരം വിളിച്ചിട്ട് ഇപ്പൊ വരാന്ന് പറഞ്ഞാൽ അത് ഞാൻ അവിടെ ഉണ്ടായിരുന്നു, ഒരു അടിപിടി കേസ്. എടാ, ഈ മരം ഒന്ന് വെട്ടിച്ചായക്കണം. ഭയങ്കര കാക്കയുടെ ശല്യമാണത്. തകർക്കണം. ഓക്കെ, നീ എല്ലാം തകർക്കണമെന്ന് എനിക്കറിയാം. പെട്ടെന്ന് തകർക്കണം. ഈ മനുഷ്യന്മാർ ഞങ്ങളുടെ ജീവിതം ഫുൾ കൂട്ടിച്ചിറക്കി. അവർക്ക് മാത്രം ജീവിച്ചാൽ മതിയോ ഈ ഭൂമിയിൽ? ഈ ഭൂമി എല്ലാം കൂടെ അവകാശപ്പെട്ടതല്ലേ? ഇനി അവർക്ക് ഞാൻ ഇരട്ടിപ്പണി കൊടുക്കും. ഈ തുണി ഇവിടെ കിടക്കട്ടെ. ആ പ്ലാവ് ഉണ്ടായിരുന്നു, ഇച്ചിരിയെങ്കിലും തണുണ്ടായിരുന്നു. ശേ, ആ കാക്ക പിന്നെയും തൂറിയിട്ട്. ഈ തുണിയെ മൊത്തം അപ്പിയായി. ഇനി കഴുകിട്ടെടുത്ത് വിരിച്ചിടാം. ഇത് അലക്കി കഴിഞ്ഞ് ഇനി ഉലക്കാൻ വിരിച്ചിട്ടേക്കാം. ഇതൊക്കെ കൊണ്ടുവന്ന് മതിയായില്ലേ? പിന്നെ വിരിച്ചേക്കാം. അതുകൊണ്ട് പിന്നെ ആ കാക്ക അപ്പിയിട്ടല്ലോ. കാക്ക മനഃപൂർവ്വം ചെയ്യുന്ന പരിപാടി ഇത്. പാവ് വെട്ടിക്കള ഉണ്ടായിരുന്നു. പാവ് വെട്ടാത്ത സമയത്തൊക്കെ ആണെങ്കിൽ നല്ല പാവ് ഉണ്ടായിരുന്നു. വണ്ടിയൊക്കെ ആണെങ്കിൽ തന്നെ വെക്കാൻ വേണ്ടി ഒരു സ്ഥലം ഉണ്ടായിരുന്നു. ആ പാട്ട് എനിക്കിട്ട് പണി തരുവാന്ന് തോന്നുന്നു. അല്ല, ഞാൻ എവിടെ തുണി കൊണ്ട് വിരിച്ചാലും അത് അവിടെ അപ്പിയിടും. ചിലപ്പോൾ പണി തരുന്നതായിരിക്കും. അതിൻ്റെ വാസസ്ഥലമല്ല നമ്മൾ നശിപ്പിച്ച് കളഞ്ഞത്. ഭൂമിയിൽ എല്ലാവർക്കും ഒരുപോലെ ജീവിക്കാനുള്ള അവകാശമുള്ളതല്ലേ. എന്നാ ചെയ്യാനാ? വേറൊന്ന് നമുക്ക് വെക്കാം.